നമസ്കാരം. അല്ലെങ്കിലും ഒരു മലയാളി പയ്യൻ ഒരു സെഞ്ചുറി അടിച്ചാലോ അല്ലെങ്കിൽ ടീമിനെ ജയിപ്പിച്ചാലോ അങ്ങ് ഇഷ്ടപ്പെടാത്ത കുറച്ച് ക്രിക്കറ്റ് അനലിസ്റ്റുകളുണ്ട്, എക്സ്പേർട്സ് ഉണ്ട്, മുൻ ക്രിക്കറ്റ് താരങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു പേര് കപിൽ ദേവ് ആണ്. കപിൽ ദേവ് 1983 ഇന്ത്യക്ക് ലോകകപ്പ് തന്ന ക്യാപ്റ്റനാണ്. കപിൽ ദേവിൻ്റെ കഴിവിനെ കുറിച്ചൊന്നും ഇവിടെ ഒരാളും ചോദ്യം ചെയ്യാനോ സംസാരിക്കാനോ നിൽക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഈ ചെറിയ ഈഗോ പരിപാടികളൊക്കെ അടിക്കുക എന്നുള്ളത് പറയത്തില്ല, അത് വ്യക്തമാക്കുന്നതാണ് കപിൽ ദേവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന എന്ന് പറയുന്നത്. ടീമിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ട കപിൽ ദേവിനോട് സ്വാഭാവികമായിട്ടും ചോദിച്ച ചോദ്യമായിരുന്നു സഞ്ജു സാംസന്റെ ഇന്നിങ്സിനെ പറ്റി. കാരണം ഇന്ത്യ ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ സെമി ഫൈനൽ കളിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് സഞ്ജു സാംസന്റെ ഇന്നിങ്സ് തന്നെയാണ്. അത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും കോച്ച് ഗൗതം ഗംഭീറും സമ്മതിക്കുന്ന കാര്യമാണ്. എന്നാലും കപിൽ ദേവിനോട് സഞ്ജുവിൻ്റെ ഇന്നിങ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കപിൽ ദേവിൻ്റെ മറുപടി വളരെ രസകരമാണ്. അത് കപിൽ ദേവ് പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: ഇത് ടീമിന് വേണ്ടിയുള്ള വിജയമാണ്, ടീമിന് ആശംസകൾ നേരുന്നു, അല്ലാതെ ഒരു വ്യക്തിക്കല്ല. ഇപ്പോൾ നമ്മൾ കിരീടത്തിന് തൊട്ടരികിലാണ്, അവർക്ക് വിജയാശംസകൾ നേരുന്നുണ്ട് എന്നുള്ളതാണ് കപിൽ ദേവ് പറയുന്നത്. അതായത് തനിക്കൊരു വ്യക്തിയെക്കുറിച്ച് മാത്രമായിട്ടോ ആ വ്യക്തിയുടെ ഇന്നിങ്സിനെ കുറിച്ച് മാത്രമായിട്ടോ സംസാരിക്കാൻ താല്പര്യമില്ല. ക്രിക്കറ്റ് ഒരു ടീം സ്പോർട്ടാണ്, ടീമിന് വേണ്ടിയിട്ട് ആശംസകൾ അറിയിക്കുന്നു എന്നാണ് പറയുന്നത്. കുറച്ച് ഈ ഈഗോ തലക്കി പിടിച്ചുള്ള പ്രശ്നം ഇതൊക്കെ തന്നെയാണ്. അത് പ്രധാനമായും പല താരങ്ങൾക്കും ഉണ്ട്. പണ്ടൊക്കെ സുനിൽ ഗവാസ്കറിനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ സുനിൽ ഗവാസ്കർക്ക് ആളാകെ മാറി, സാഹചര്യത്തിനൊക്കെ അനുസരിച്ച് സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ കപിൽ ദേവിന് ഇപ്പോഴും കപ്പൽ കിട്ടിയിട്ടില്ല, പഴയ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. ടീം സ്പോർട്ടാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രിക്കറ്റ് ഒരു ടീം സ്പോർട്ടാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഒരു ഗംഭീരമായ ഇന്നിങ്സ് കളിച്ചു കഴിഞ്ഞാൽ അത് അഭിനന്ദിക്കുക എന്നത് സ്വാഭാവികമായ നടപടിയാണ്. അത് ചെയ്യാൻ കപിൽ ദേവ് മടിക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, സഞ്ജു സാംസൺ ഒരു മലയാളിയാണ്, ഒരു സൗത്ത് ഇന്ത്യൻ ആണ് എന്നുള്ളതാണ്. ഈ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ലോബി ഇല്ല, അതൊക്കെ വെറുതെ ആണെന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ പോലും നോർത്ത് ഇന്ത്യൻ കളിക്കാർ കളിക്കുമ്പോഴേക്കും അത് പൊക്കിയടിച്ച് തലയിലേറ്റി തോളിക്കൊണ്ട് നടക്കുന്ന താരങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. സൗത്ത് ഇന്ത്യയിൽ അതുപോലെ താരങ്ങൾ കളിക്കുമ്പോഴേക്കും അത് ചെയ്യാത്ത പരിപാടിയും നമ്മുടെ മുന്നിലുണ്ട്. അതിന് ഏറ്റവും ഒടുവിലത്തെ എക്സാമ്പിളാണ് സഞ്ജു സാംസന്റെ ഈ ഇന്നിങ്സും അത് പുകഴ്ത്താൻ മടിക്കുന്ന കപിൽ ദേവും. കപിൽ ദേവിന് അറിയാത്തതല്ല ഈ ഇന്നിങ്സ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത്. പക്ഷെ അത് പറയത്തില്ല. അത് പറയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സൂചിപ്പിച്ചതുപോലത്തുള്ള ഈ ഒരു ഈഗോ പരിപാടിയാണ്. ഈ ഈഗോ തുടരുക തന്നെ ചെയ്യും, അതിനകത്ത് യാതൊരു തർക്കവും ഉണ്ടാവാനൊന്നും പോകുന്നില്ല. ക്രിക്കറ്റ് ഒരു ടീം സ്പോർട്ടാണത്രേ, അതുകൊണ്ട് ഒരു പ്ലെയറിനെ മാത്രമായി പുകഴ്ത്താൻ തനിക്ക് താല്പര്യമില്ലത്രേ. കപിൽ ദേവിൻ്റെ ഈ ഒരു വാചകങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാണ്. സ്വാഭാവികമായിട്ട് കപിൽ ദേവിനെതിരെ വിമർശനങ്ങൾ ശക്തമായിട്ട് തന്നെ ഉയരുന്നുണ്ട്. കാരണം നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഭേദമില്ലാതെ തന്നെ സാധാരണപ്പെട്ട 140 കോടി ഇന്ത്യൻ ജനത സഞ്ജു സാംസന്റെ ആ ഇന്നിങ്സിനെ പുകഴ്ത്തുകയും ചെയ്തു. ക്രിക്കറ്റ് അനലിസ്റ്റോ കോച്ചോ എക്സ്പേർട്ടോ ആവണമെന്നൊന്നുമില്ല, കളി കാണുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും സഞ്ജു സാംസൺ നൽകിയ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളത്. അത് കപിൽ ദേവിന് മനസ്സിലായില്ലേ എന്നുള്ള സ്വാഭാവികമായ ചോദ്യത്തിന് മറുപടി ഉണ്ടോ കപിൽ പാജിക്ക് എന്നുള്ള ചോദ്യവും കൂടി ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നൊരു കാര്യം ICCയുടെ നിലപാടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സഞ്ജു സാംസണ് ഒരു സസ്പെൻഷൻ ഉണ്ടാകുമോ എന്നത് ബന്ധപ്പെട്ട് അതിൽ പലരും ഫേക്ക് വാർത്തയാണെന്ന് പറഞ്ഞിരുന്നു. ഇതൊരു ഫേക്ക് വാർത്തയല്ല, അങ്ങനൊരു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ബട്ട് ആസ് ഇറ്റ് സ്റ്റേസ് സഞ്ജു സാംസണ് വിലക്കൊന്നും ഉണ്ടാവുന്നില്ല, സസ്പെൻഷൻ നടപടികളിലേക്കൊന്നും കൊണ്ടുവരുന്നില്ല. മാച്ച് ഫീയിലേക്ക് സഞ്ജുവിൻ്റെ ആ ഒരു നടപടി ഒതുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പലരും പറഞ്ഞിരുന്നത് മാച്ച് ഫീ പോലും കൊടുക്കില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, അതൊരു ഡിസ്റെസ്പെക്ട് എന്ന രീതിയിൽ തന്നെയാണ് മാച്ച് റഫറി കണക്കാക്കിയിരിക്കുന്നത്. ഹെൽമെറ്റ് വലിച്ചെറിയുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. അതുകൊണ്ട് മാച്ച് ഫീസിൽ നിന്നും സഞ്ജു സാംസണ് കുറച്ചുകൊണ്ട് അടുത്ത മത്സരത്തിൽ സഞ്ജുവിന് കളിക്കാനുള്ള ഒരു സ്ഥാനമുണ്ടാകും എന്നത് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ സഞ്ജു ഓപ്പണറായിട്ട് തന്നെ കളിക്കുമെന്നുള്ളതാണ് നിലവിലത്തെ റിപ്പോർട്ടുകൾ കണക്കാക്കപ്പെടുന്നത്. എന്തായാലും കപിൽ ദേവിൻ്റെ ഈ പരാമർശം സമൂഹ മാധ്യമങ്ങളിൽ കപിൽ നിന്ന് തന്നെ തിരിച്ച് അടിയായി മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മുൻ ഇന്ത്യൻ താരങ്ങൾ അവരുടെ ഈഗോയൊക്കെ മാറ്റിവെച്ച് കൃത്യമായി കളിക്കുന്ന താരങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് പൊതുസമൂഹവും ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് കപിൽ ദേവിനെ പോലുള്ള ലെജൻഡറി താരങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.